അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി സ്പാകൾക്കെതിരെ തിരുവനന്തപുരം മേയറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ സ്ത്രീകളെ പാർപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ അനാശാസ്യം നടക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആലങ്കോട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. ഇത് വളരെ ജനവാസ മേഖലയായിട്ടുള്ള, അതായത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വളരെ ജനവാസ മേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ യാതൊരു ഉളുപ്പുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു തരത്തിൽ സ്കൂളുകളുണ്ടോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ, ഇതൊന്നും നോക്കാതെ നഗരഹൃദയത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇവിടെ എത്തുന്നവർ പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും അടക്കമുള്ളവരാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തെളിവുകളിലേക്ക്. കുറേ നാളെ ശ്രമിച്ചിട്ടാണ് എക്സ്ട്രാസ് എല്ലാം അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിക്കാറ്. അത് അവർ തമ്മിലാണ് ചിലപ്പോൾ ഈ പറയട്ടെ എക്സ്ട്രാസ് ഹാപ്പി പെയിന്റിങ്ങോ ഓരോ യൂട്യൂബിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞ സെറ്റൊക്കെ பேக்கேஜ் எங்களுக்கு சேலரி கிடையாது, ஒன்லி டிப்ஸ் மட்டும்தான். அதனால் எங்களுக்கு அவங்க இது பண்ண மாட்டாங்க, கேட்க மாட்டாங்க. எங்கள் வீட்டுக்கு இதான் அவ்வளோதான். ஒன்லி பேக்கேஜிங் மட்டும் 500. டாப்லெஸ்னா 1000 இல்லை நூடுனா சர்வீஸ். അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്പാകൾ കാരണം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ചില സ്പാകൾ പോലും നടത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം മിക്ക സ്പാകളിലും ജോലിക്കെത്തുന്നത് സമൂഹത്തിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഒരുപാട് താഴേക്കിടയിലുള്ളവരേക്കും. ഇത്തരത്തിൽ പാവപ്പെട്ട സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുന്ന ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം HIV പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇപ്പോൾ 500-ലധികം പേർക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരം കേസുകൾ ഉണ്ടാകുന്നത് ഈ സ്പായുടെ മറവിൽ നടക്കുന്ന അനാശാസ്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും യുവാക്കൾ കരുതിയിരിക്കുക. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആപത്ത് അല്ലെങ്കിൽ ഒരു അപകടങ്ങൾ നിങ്ങളെ പതിയിരിക്കുന്നുണ്ട്. ഇത്തരം സ്പാകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു അഴിമതി വെച്ച് പൊറുപ്പിക്കാൻ അനുവദിക്കില്ല. അനധികൃതമായ സ്പാകൾ അടച്ചുപൂട്ടണമെന്നാണ് ഞങ്ങളുടെയും ആവശ്യം. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.